പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഉച്ചയ്ക്ക് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദീപാലങ്കാരത്തിൻ്റെ മത്സരം തൃശ്ശൂർ നടക്കുന്നതായിട്ട്. അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ, അതായത് ഗിൽഡ് കേരളയുടെ ഒരു സംസ്ഥാന സമ്മേളനം, 16ാമത് സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 52ഓളം വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ്, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഓണേഴ്സ് മരങ്ങളിലൊക്കെ ആയിട്ട് അലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ജൂൺ 27, 28 തീയതികളിലാണ് ഈ മത്സരം നടക്കുന്നത്. തേക്കിൻകാട് മൈതാനത്തിലാണ്. അത് മിസ്സാക്കരുത്. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക. എന്തായാലും ഈ ഒരു കാഴ്ച വളരെ അധികം ഭംഗിയായിട്ട് ഒരുപാട് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് എത്താൻ പറ്റിയ അടിപൊളി ഒരു കീടിലെ സംഭവമാണ് കേട്ടോ. എന്തായാലും മിസ്സാക്കരുത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള, അതായത് തേക്കിൻകാട് മൈതാനത്തിലുള്ള മരങ്ങളിലാണ് ഈ അലങ്കാരം, ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരം നടത്തിയിട്ടുള്ളത്. ഇതൊരു മത്സരം തന്നെയാണ്. 52ഓളം പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും മിസ്സാകാതെ കാണുക. ഡേറ്റ് മറക്കണ്ട. ജൂൺ 27ഉം 28ഉം നൈറ്റാണ്. ഓരോരോ ഏരിയയിലെ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ജോസ് തിയേറ്ററിൻ്റെ നേരെ മുമ്പിലായിട്ടുള്ള സെറ്റ് ചെയ്തതിന് ഫുട്ബോൾ കളി, വേൾഡ് കപ്പ് നടക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസിൽ പ്രധാനപ്പെട്ട കളിക്കാരുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവം. ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ്റെ 16ാമത് തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് തൃശ്ശൂർ പൊരിച്ചുണ്ട് കേട്ടോ. അതായത് ലൈറ്റുകൾ കൊണ്ടൊരു പൂരം തീർത്തിരിക്കുകയാണ് സ്വരാജ് റൗണ്ടിൽ. അതായത് ഈ ഒരു കാര്യം മിസ്സാക്കരുത് എന്നാണ് പറയാനുള്ളത്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിലൊക്കെ എത്രയോ സുന്ദരമാണ് ഇവിടെ നേരിട്ട് കാണാനുള്ള കാഴ്ച. അങ്ങനെ പൂരങ്ങളുടെ നാട്ടിൽ ഒരു പൂരം കൂടി വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. ആരും മിസ്സാക്കണ്ട. ജൂൺ 27, അതായത് ഇന്നും നാളെയാണ്. ജൂൺ 27, 28 ദിവസങ്ങളിലാണ് ഇവിടെ ലൈറ്റ് ഷോ നടക്കുന്നത്. അതായത് ദീപാലങ്കാരങ്ങളുടെ ഒരു മത്സരം. അതായത് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും 52ഓളം ഈ സ്ഥാപന ഉടമകളാണ് മാറ്റുരയ്ക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഒന്നിനൊന്നോട് മെച്ചപ്പെട്ട രീതിയിലാണ് ഇവിടെ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട്, നാളെ ഞായറാഴ്ചയാണ്, ആരും ഇത് മിസ് ചെയ്യരുത്. എന്തായാലും നേരെ തൃശ്ശൂർക്ക് വന്ന അടിപൊളി കാഴ്ച തന്നെയാണ്.